നദിയുടെ ബൈസ്റ്റാൻഡറിലെ കുഞ്ഞിനെ കയ്യിലേക്ക് തരാനായിട്ട് വിളിച്ചതായിരുന്നേ. പാല് ഞങ്ങളിപ്പോൾ കൊടുത്തതായിരുന്നു. എല്ലാം 2 മണിക്കൂർ കൂടുമ്പോഴാണ് നിങ്ങൾ പാല് കൊടുക്കേണ്ടത്. പാല് കൊടുക്കേണ്ട സമയം വാർഡിലെ സിസ്റ്റേഴ്സ് പറഞ്ഞു തരും. ആ സമയത്ത് കൊടുക്കണം. അമ്മയുടെ പാലാണ് ഏറ്റവും ഉത്തമം. കുഞ്ഞിന് പാല് കുടിപ്പിക്കുമ്പോൾ അമ്മയുടെ ബ്രസ്റ്റിലെ ഒരു സൈഡ് പാല് കുടിപ്പിച്ചു കഴിഞ്ഞാൽ ആ സൈഡ് തന്നെ ഒരു 10-15 മിനിറ്റോളം ആ സൈഡ് തന്നെ കൊടുക്കണം. സാധാരണ എല്ലാവർക്കും ഒരു സൈഡിൽ നിന്ന് കുടിപ്പിച്ച് കഴിയുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് പാല് ഓട്ടോമാറ്റിക്കലി നിറയെ പാലുള്ളവർക്ക് പോകും. അപ്പോൾ അവർ വേഗം മറ്റേ സൈഡിലേക്ക് മാറ്റി കുടിപ്പിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഫോർ മിൽക്ക്, ഹൈൻഡ് മിൽക്ക്, അങ്ങനെ 2 തരം മിൽക്കുണ്ട്. ആദ്യത്തെ 5 മിനിറ്റ് ഫോർ മിൽക്ക് മാത്രമാണ് കിട്ടുള്ളൂ. ബട്ട് ഹൈൻഡ് മിൽക്കിലാണ് പ്രോട്ടീനും മിനറൽസും എല്ലാം ധാരാളം ഉള്ളത്. അതുകൊണ്ട് 15 മിനിറ്റ്സ് അവിടെ തന്നെ കൊടുക്കും. പിന്നെ കുഞ്ഞിന് പാൽ അമ്മയ്ക്ക് നിറയെ ഉണ്ടാവാനായിട്ട് അമ്മയുടെ ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവയൊക്കെ ധാരാളം കഴിക്കാൻ പറയണം. വെള്ളം നിറയെ കുടിക്കാനായിട്ട് പറയണം. പിന്നെ അമ്മയ്ക്ക് മാക്സിമം റെസ്റ്റ് കൊടുത്ത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ റെസ്റ്റ് കൊടുക്കാനായിട്ട് നോക്കണം. പിന്നെ പാല് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് കുഞ്ഞിനെ എപ്പോഴും നന്നായിട്ട് പൊതിപ്പിച്ചാണ് വയ്ക്കേണ്ടത്. തണുപ്പൊന്നും അടുപ്പിക്കാത്ത രീതിയിൽ കയ്യിലും കാലിലും സോക്സ് ഒക്കെ ഇട്ട് പാല് കൊടുക്കുന്നതിന് മുന്നേ നാപ്പി ചേഞ്ച് ചെയ്ത് കൊടുക്കണം. മോഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ചെറു ചൂടുവെള്ളത്തിൽ തുണി മുക്കി നന്നായിട്ട് പിഴിഞ്ഞിട്ട് കൈ ഒപ്പി വേണം കൊടുക്കാനായിട്ട്. നല്ല മുറുക്കി ഇങ്ങനെ തുടക്കരുത്. അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തൊലിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് തുടച്ച് ആദ്യം അച്ഛനെ കംഫർട്ടബിൾ ആക്കിയതിന് ശേഷം മുല കൊടുക്കണം. അതിനുശേഷം കുഞ്ഞ് പാല് നന്നായി കുടിച്ചതിന് ശേഷം തോളിലിട്ട് വറപ്പ് ചെയ്ത് കൊടുക്കണം. താഴെ നിന്ന് ഇങ്ങനെ പയ്യെ മുകളിലേക്ക് 5 മിനിറ്റ്. അപ്പോൾ കൊച്ചിൻ്റെ ഗ്യാസ് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും, ഞമ്മക്കായിട്ട് പോകുന്നത് അറിയാൻ പറ്റും. അതിനുശേഷം കുഞ്ഞിനെ കംഫർട്ടബിൾ ആയിട്ട് കിടത്തുക. തണുപ്പ് ഒട്ടും അടിക്കാൻ പാടില്ല കുട്ടിക്ക്. നല്ലോണം വാമത്ത് വേണം. പിന്നെ വിസിറ്റേഴ്സ് അധികം ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ജലദോഷം അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികം വിസിറ്റേഴ്സിനെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് തന്നു കഴിഞ്ഞ വാർഡിലെ സിസ്റ്റർമാരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അതെല്ലാം ഇനി സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ വിളിക്കാൻ വന്നിട്ടുള്ള നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നിങ്ങളുടെ എല്ലാ കാര്യം പറഞ്ഞു തരും. കാർഡൊന്ന് കാണിക്കാവോ?